ഈ 5 തരത്തിലുള്ള എംപ്ലോയീസിനെ ഒരു കാരണവശാലും റിക്രൂട്ട് ചെയ്യരുത് എന്നാണ് ഏറ്റവും ആദ്യത്തെ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്തെങ്കിലും ഒഴിവുകഴിവ് പറയുക. അയ്യോ അന്ന് ഞാൻ ലീവായിരിക്കുമല്ലോ സാറേ, അയ്യോ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ സാറേ, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ സാറേ എന്നൊക്കെ പറഞ്ഞ് എക്സ്ക്യൂസുകൾ പറയുന്ന ആൾക്കാരെ ഒരു കാരണവശാലും റിക്രൂട്ട് ചെയ്യരുത്. അവർ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ്. രണ്ടാമത്തേത്, നല്ല സ്കില്ലുണ്ട് പക്ഷേ ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത ആളുകളെ. നല്ല കഴിവുള്ള ആളുകളായിരിക്കും, അവരുടെ ഡൊമൈനിൽ നല്ല കഴിവായിരിക്കും, എന്നാൽ അവർ വലിയ സംഭവമാണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെ ചെറുതായി കാണുകയും മറ്റുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ എടുക്കാതിരിക്കുകയും അയാൾ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ദയവ് ചെയ്തെടുക്കരുത്, എത്ര സ്കിൽഫുൾ ആണെങ്കിലും. മൂന്നാമത്തേത്, വളരെ എനർജി കുറവായിട്ടുള്ള ആൾക്കാരെ. എന്ത് പറഞ്ഞാലും കൂനിക്കൂടിയിരിക്കുന്ന, ഒരു ഇനീഷ്യേറ്റീവും എടുക്കാത്ത, ഒട്ടും പ്രോആക്റ്റീവ് അല്ലാത്ത ആളുകളെ എടുത്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ നടന്നു വരുന്ന, പതിയെ മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുപോലെ ഈ ചില ഓപ്പർച്യൂണിറ്റീസിൽ പെട്ടെന്ന് ഷൈൻ ചെയ്യുകയും എന്നാൽ നമ്മളുടെ മുന്നിൽ മാത്രം ഈ ഷൈനിങ്ങും അപ്പുറത്ത് പോയിട്ട് ഒരു പരിപാടിയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർ ഓപ്പർച്യൂണിസ്റ്റുകളാണ്, അവസരവാദികളാണ്, നമ്മളുടെ മുന്നിൽ മാത്രം പ്രകടനം കാഴ്ചവെക്കുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകളെയും നമ്മൾ മനസ്സിലാക്കിയിട്ട് റിക്രൂട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളുടെ മുന്നിൽ ഇവർ വളരെ നല്ല രീതിയിലായിരിക്കും പെരുമാറുന്നത്, പക്ഷെ പിന്നിൽ പോയിട്ട് നമ്മളെക്കുറിച്ച് തന്നെ മോശം പറയുന്നുണ്ടാവും, പണി ചെയ്യാതിരിക്കുന്നുണ്ടാവും. മറ്റത് ടോക്സിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതായത് നമ്മുടെ കൂടെയുള്ള ആളുകളെ എവിടെയെങ്കിലും ഒക്കെയുള്ള നെഗറ്റീവ് എല്ലാം വലിച്ചെടുത്ത് അവരോട് പറഞ്ഞ് അവരെ തിരിപ്പിക്കുന്ന, പൊളിറ്റിക്സ് ഉണ്ടാക്കുന്ന, ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകൾ. ഇത്തരം ആളുകളും വളരെ പ്രശ്നമാണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം. അപ്പോൾ ഇത്തരത്തിലുള്ള 5 തരത്തിലുള്ള എംപ്ലോയീസിനെ ഒരു കാരണവശാലും റിക്രൂട്ട് ചെയ്യാതിരിക്കുക. ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ബിഹേവിയറൽ ഇൻ്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇത്തരക്കാരെ മാറ്റി നിർത്തുകയും ചെയ്യാം.